സിറോ മലബാർ സഭയ്ക്ക് കീഴിലെ തൃശൂർ പുത്തൻപള്ളിയിൽ നിന്നും ഭണ്ഡാരപ്പണം മോഷ്ടിച്ചുവെന്നാണ് പരാതി. ട്രസ്റ്റിമാരായ ജോസ് ആലപ്പാടിനും കിരൺ ചാണ്ടിക്കുമെതിരെ മറ്റൊരു ട്രസ്റ്റിയും ഇടവക അംഗങ്ങളുമാണ് പരാതിപ്പെട്ടത്. നേർച്ചയായി ലഭിച്ച പണം എണ്ണി തിട്ടപ്പെടുത്തുന്നതിനിടയിൽ ഇരുവരും മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക്. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേർത്തുണ്ട്. ലെവിനെ, ഈ ഭക്തർ നേർച്ചയായി ഇടുന്ന പണമാണ്, ആ നേർച്ചപ്പണമാണ് ഒരു ഉളുപ്പുമില്ലാതെ കൈയിട്ട് വാരി കീശയിലാക്കി കുറച്ചു പേർ പോകുന്നത്. ഇത് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്തെങ്കിലും നടപടിക്ക് വകയുണ്ടോ? സേതു, ഇക്കാര്യത്തിൽ ഒരു നടപടി ഇനിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വ്യക്തം. നമുക്ക് ഈ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിനും ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തൃശൂർ അതിരൂപതയ്ക്കും ഈ പള്ളി വികാരി അടക്കമുള്ള ആളുകൾക്കും ഈ ട്രസ്റ്റിമാരിൽ ഒരാളും ഇടവകാംഗങ്ങളും സംയുക്തമായി പരാതി നൽകുകയുണ്ടായിട്ടുണ്ട്. ഡിസംബർ 2 മുതൽ 19 വരെയുള്ള വിവിധ ദിവസങ്ങളിലായാണ് ഇത്തരത്തിൽ പണം മോഷ്ടിക്കപ്പെട്ടതെന്നുള്ള വിവരങ്ങൾ CCTV ദൃശ്യങ്ങൾ സഹിതം തെളിവുകൾ സഹിതം പരാതി നൽകുന്നത്. തൃശൂർ അതിരൂപതയ്ക്ക് നൽകിയ പരാതിയിൽ നടപടികൾ ഉണ്ടായില്ല. ഒരു അന്വേഷണ കമ്മീഷനെ പേരിന് രൂപീകരിക്കുകയും ഈ ആളുകൾക്കെതിരെ ഒരു പ്രഹസനം എന്നുള്ള നിലയിൽ അന്വേഷണം നടക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിക്കാർ ആരോപിക്കുന്നത്. തൽസ്ഥാനത്ത് ഇതേ ആളുകളെ തുടരാൻ അനുവദിക്കുന്ന സമീപനമാണ് അതിരൂപതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പള്ളിയിലച്ഛന്, അതായത് ഫാദർ വികാരിക്കടക്കം ഇത് പരാതി നൽകിയിട്ടും ആ പരാതി അച്ഛൻ തന്നെ അതിരൂപതയ്ക്ക് കൈമാറുകയും ചെയ്തിട്ടും ഒരു കാര്യമാത്ര പ്രസക്തമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത്. ഇതേ തുടർന്ന് കഴിഞ്ഞ 17-ാം തീയതി തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. ആ പരാതിയിൽ മേലുള്ള തുടർ നടപടികളും മറ്റും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങളിൽ പള്ളിയിലെ ട്രസ്റ്റിമാരായ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ തന്നെ ഈ പണം എടുത്തു മാറ്റുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പള്ളിയിൽ ഈ പ്രധാനപ്പെട്ട കൈക്കാരനായിട്ടുള്ള ട്രസ്റ്റിക്ക് ലഭിച്ചിരിക്കുന്ന സ്വകാര്യ ലോക്കറിലേക്കാണ് രണ്ട് ദൃശ്യങ്ങളിലായി പണം മാറ്റുന്നത് കാണുന്നത്. മറ്റൊരു ദൃശ്യത്തിൽ കാണുന്നത് സ്വന്തം പോക്കറ്റിലേക്ക് ഈ മൂല്യം ഏറിയ നോട്ടുകൾ മാറ്റുന്നതായിട്ടാണ് കാണാനാകുന്നത്. ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു അപ്പം ഈ അമ്പലക്കൊള്ള പോലെ പള്ളിയിലെ ഭണ്ഡാരം വിഴുങ്ങുകൾക്കെതിരെയും ഒരു നടപടിയൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം